ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു കൊഞ്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ കൊഞ്ച് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കൊഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ച് കൊഞ്ചാണ്. അതുകൊണ്ട് എങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ കൊഞ്ച് പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കിയാലോ. ആദ്യമേ വേണ്ടത് കുറച്ച് സവാള, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണം കേട്ടോ. അപ്പോൾ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ഇനി തുടങ്ങിയാലോ. ആദ്യമേ ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചു. തേങ്ങാക്കൊത്ത് നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്താലും മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സവാള എടുത്ത് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 2-3 പച്ചമുളക് നമുക്ക് എടുക്കാം. അപ്പോൾ സവാളയൊന്ന് വഴരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് നന്നായി വഴണ്ടതിന് ശേഷം നമ്മൾ 2 തക്കാളി ചേർത്ത് കൊടുത്തു. അതും ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ചേർത്തത്. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ തന്നെ കൊഞ്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും കൊഞ്ച് വേണ്ട, കൊഞ്ച് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ സവാളയിലേക്കിട്ട് നന്നായി നമ്മൾ വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി എത്ര നേരം വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഒട്ടും വെള്ളമയോ ഒന്നും ഇല്ലാതെ നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം നന്നായി വഴറ്റണം. ഇനി നമ്മളത് അടച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് നേരം നന്നായി വഴറ്റി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് റെഡി. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമ്മൾ അവസാനം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൊഞ്ച് റോസ്റ്റ് മതി ഒരു പറ ചോറ് തിന്നാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.